ലോകത്ത് ആദ്യമായും അവസാനമായും തൂക്കിലേറ്റപ്പെട്ട മേരി എന്ന ആനയുടെ കഥ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അവളായിരിക്കും ലോകത്തിൽ ഏറ്റവും വേദനിച്ചു മരിക്കേണ്ടി വന്ന ആന എന്നാണ് കരുതിയത്. എന്നാൽ ഒരിക്കലും ആരും ആഗ്രഹിക്കാത്ത അത്രയ്ക്ക് ക്രൂരമായ ഒരു മരണമായിരുന്നു ടോപ്സി എന്ന ഏഷ്യൻ പിടിയാനയ്ക്ക് നേരിടേണ്ടി വന്നത്. അവളുടെ കഥ ഒരുപക്ഷെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചേക്കാം. എങ്കിലും മനുഷ്യന്റെ ഏറ്റവും വലിയ ക്രൂരതയ്ക്ക് ഇരയാക്കപ്പെട്ട ടോപ്സിയെക്കുറിച്ച് നിങ്ങൾ അറിയണം. 100 വർഷങ്ങൾക്കിപ്പുറമെങ്കിലും അവളെ ഓർത്ത് ഒരാളെങ്കിലും കണ്ണീരണിഞ്ഞാൽ ഒരുപക്ഷെ അവൾക്ക് നീതി കിട്ടിയേക്കാം. നമ്മുടെ അരിക്കൊമ്പൻ ഉൾപ്പെടുന്ന ഒരാനയ്ക്കും ഇങ്ങനെ ഒരു ഗതി വരല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 1875 തെക്ക് കിഴക്കേ ഏഷ്യയിലെ ഒരു വനത്തിലായിരുന്നു അവളുടെ ജനനം. എന്നാൽ അവിടുത്തെ ജീവിതം ആസ്വദിക്കാനുള്ള യോഗം അവൾക്കുണ്ടായിരുന്നില്ല. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ വേട്ടക്കാരുടെ പിടിയിൽപ്പെട്ട് അമേരിക്കയിലേക്ക് കടത്തപ്പെട്ടു അവൾ. പണ്ടുകാലത്ത് അമേരിക്കയിൽ പണം കൊയ്യാവുന്ന ഏറ്റവും വലിയ ബിസിനസ് ആയിരുന്നു സർക്കസ്. ഒന്നിൽ കൂടുതൽ സർക്കസ് കമ്പനികൾ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ മത്സരവും പതിവായിരുന്നു. ഫോർപ്പ സർക്കസിന്റെ ഉടമയായിരുന്ന ആഡം ഫോർപ്പ അവളെ സ്വന്തമാക്കി. അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ ഏഷ്യൻ ആന എന്നാണ് ടോപ്സിയെ അവർ നാട്ടുകാർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. കാണികളുടെ ഇഷ്ടതാരമായിരുന്നു ടോപ്സി. അവൾക്ക് മാത്രമായി ധാരാളം കാണികൾ വരുമായിരുന്നു. എന്നാൽ കളിക്ക് പുറത്തുള്ള കൂടാരത്തിൽ കൊടിയ പീഡനങ്ങളായിരുന്നു ടോപ്സി കേൾക്കേണ്ടി വന്നത്. പരിശീലകരുടെ കൊടും ക്രൂരത, മൃഗസംരക്ഷണ നിയമങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കാലം. അതുകൊണ്ട് തന്നെ മാരക ആയുധങ്ങൾ വെച്ചായിരുന്നു മെരുക്കിയിരുന്നത്. ടോപ്സിയെ ഉപയോഗിച്ച് സർക്കസ് കമ്പനി വളരെയധികം പണം സമ്പാദിച്ചു. 1902 ഏപ്രിൽ 27 മദ്യപിച്ചെത്തിയ ജെയിംസ് ഫീൽഡിംഗ് ബ്ലൗണ്ട് എന്ന വ്യക്തി ആനകളെ കെട്ടിയിടുന്ന കൂടാരത്തിനുള്ളിൽ കയറി. തന്റെ കയ്യിലുണ്ടായിരുന്ന വിസ്കി അയാൾ ടോപ്സിയെ കുടിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിന് വിസമ്മതിച്ച ടോപ്സിയുടെ തുമ്പിക്കൈയിൽ അയാൾ കത്തുന്ന സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു. ഇതോടെ കലി പൂണ്ട ടോപ്സി അയാളെ തുമ്പിക്കൈ കൊണ്ട് വലിച്ച് നിലത്തിട്ട് ചവിട്ടി കൊന്നുകളഞ്ഞു. ടോപ്സി ഒരാളെ കൊന്ന കഥ പുറത്തു ജനങ്ങളിലേക്ക് പടർന്നു. അങ്ങനെയിരിക്കെ 1902 ജൂണിൽ മറ്റൊരാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന മാരക ആയുധം വെച്ച് അവളുടെ കാതിന് പുറകിൽ മുറിവേൽപ്പിച്ചു. അവൾ അയാളെ ശക്തമായി ഉപദ്രവിച്ചു. അയാൾ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇതോടെ കൊലയാളി ആന എന്ന പേര് അവൾക്ക് ചാർത്തി കിട്ടി. സർക്കസ് കാണികളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഈ സംഭവത്തോടെ ഫോർപ്പ സർക്കസ് അവളെ വിൽക്കാൻ തീരുമാനിച്ചു. അവളെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് സ്വന്തമാക്കി. എന്നാൽ അവിടെ അവളെ കാത്തിരുന്നത് പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. കഠിനമായ ജോലികൾ അവളെ കൊണ്ട് അവർ ചെയ്യിച്ചു. നിർമ്മാണത്തിന് ആവശ്യമായ കമ്പികൾ വളയ്ക്കാനും സാധനങ്ങൾ മാറ്റാനും അവിടെയുള്ളവർ അവളെ ഉപയോഗിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളുടെ പരിശീലകനായ വില്യം ആൾട്ട് അവളെ ഫോർക്ക് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു. പക്ഷേ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും വില്യത്തിന് അവളെ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. അയാൾക്ക് ജോലി നഷ്ടമായി. അതോടെ അവളെ പരിശീലിപ്പിക്കാൻ മറ്റാരെയും കിട്ടാതെ വന്നു. അവരും അവളെ വിൽക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ആരും തന്നെ അവളെ വാങ്ങാൻ മുന്നോട്ട് വന്നില്ല. അതോടെ ആനയെ കൊല്ലാൻ തീരുമാനിച്ച കാര്യം അവർ ലോകത്തെ അറിയിച്ചു. ആദ്യം അവളെ തൂക്കിക്കൊല്ലാനാണ് തീരുമാനിക്കുന്നത്. എന്നാൽ പാർക്ക് ഉടമകൾ കൊല്ലാനായി ഒരു ഉറപ്പുള്ള രീതി ഉപയോഗിക്കാം എന്ന് തീരുമാനിക്കുന്നു. വിഷം കൊടുത്ത ശേഷം കഴുത്തിൽ കയറ് മുറുക്കി ഷോക്ക് അടുപ്പിച്ച് 3 രീതിയിലും കൊല്ലാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ തോമസ് ആൽവ എഡിസൺ ഉൾപ്പെടുന്ന ശാസ്ത്ര സംഘം അവരുടെ അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വന്നു. ടോപ്സിയെ അവരുടെ പരീക്ഷണത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവളെ കൊല്ലാനായി പഴയ പരിശീലകനായ വില്യം ആൾട്ടിനെ നിയോഗിക്കാൻ തീരുമാനിക്കുന്നു. $25 കൊടുത്ത് അവർ അയാളെ വിലക്കെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ തനിക്ക് $1000 തന്നാലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം ശഠിച്ചു. ശാസ്ത്ര സംഘത്തിന്റെ സഹായത്തോടെ ടോപ്സിയെ ഷോക്ക് അടുപ്പിക്കാനുള്ള ഇലക്ട്രിക്കൽ വയറിംഗ് അപ്പാരറ്റസ് അവർ തയ്യാറാക്കി. 1903 ജനുവരി 4 ഒരിക്കൽ അവളുടെ അഭ്യാസം കണ്ട് കൈയടിച്ചിരുന്ന ജനങ്ങൾ ഇന്ന് അവളുടെ ജീവൻ പോകുന്നത് കാണാൻ കാത്തിരുന്നു. പൊട്ടാസ്യം സയനൈഡ് തേച്ച ക്യാരറ്റ് അവർ അവൾക്ക് കഴിക്കാൻ കൊടുത്തു. കോപ്പർ കൊണ്ട് പൊതിഞ്ഞ കമ്പി അവളുടെ കാലുകളിൽ കെട്ടിയതിനു ശേഷം 6600 വോൾട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അവർ അതിലൂടെ കടത്തിവിട്ടു. ഒരു നിമിഷം കൊണ്ട് അവിടെ മുഴുവൻ പുകമയമായെങ്കിലും 10 സെക്കൻഡിനുള്ളിൽ ടോപ്സി അവിടെ മരിച്ചു വീണു. അവിടെ മുഴുവൻ അവളുടെ കരിഞ്ഞ മാംസത്തിന്റെ മണം പരന്നു. ഒരു ഞെരക്കം പോലും ഇല്ലാതെ അവൾ മരണത്തിന് കീഴടങ്ങി. ഇത്രയും ചെയ്തിട്ടും അടങ്ങാത്ത ക്രൂരത അടുത്ത 10 മിനിറ്റുകൾ അവളുടെ കഴുത്തിൽ കയറ് മുറുക്കി. അവർ അവളുടെ മരണം ഉറപ്പുവരുത്തി. ജീവന്റെ തുടിപ്പ് പോലും അവളിലില്ല എന്ന് ഉറപ്പുവരുത്താനായി 3 വെറ്റിനറി ഡോക്ടേഴ്സിനെ കൊണ്ട് പരിശോധിപ്പിച്ചു. തോമസ് എഡിസന്റെ പങ്കാളിത്തത്തോടെയാണ് ഇങ്ങനെ ഒരു ക്രൂരത നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ശക്തി ലോകത്തിന് മുന്നിൽ കാണിക്കാനായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു ക്രൂരതയിൽ പങ്കാളിയായത്. ടോപ്സിയെ കറണ്ട് അടുപ്പിച്ചു കൊല്ലുന്ന വീഡിയോ എഡിസൺ ലൈറ്റ് കമ്പനി പകർത്തി ഇതിലൂടെ ധാരാളം പണം സമ്പാദിച്ചിരുന്നു. മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്നും അവൾ പീഡനങ്ങളോ ക്രൂരതകളോ ഇല്ലാത്ത ദൈവത്തിന്റെ ലോകത്തേക്ക് യാത്രയായി. ഇന്നും ടോപ്സി മൃഗസ്നേഹികളുടെ മനസ്സിൽ തീരാത്ത നൊമ്പരമാണ്. പ്രകൃതി സകല ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ മെൻഷൻ ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.